2026 യൂണിയൻ ബഡ്ജറ്റ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറ്റൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഓരോ സാധാരണ നിക്ഷേപകന്റെയും മനസ്സിൽ ഒരേ ചോദ്യമാണ്: ഇത്തവണ ബഡ്ജറ്റ് പോക്കറ്റ് കാലിയാക്കുമോ അതോ നിറയ്ക്കുമോ? ഓരോ പ്രഖ്യാപനവും നമ്മുടെ സമ്പാദ്യത്തെയും നിക്ഷേപങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന ടെൻഷൻ വളരെ സ്വാഭാവികമാണ്. എന്നാൽ ഈ ആശങ്കകൾക്കിടയിൽ ഒരു വലിയ അവസരം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സർക്കാർ കോടിക്കണക്കിന് രൂപ മുടക്കാൻ പോകുന്ന മേഖലകൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞാൽ ആ വളർച്ചയ്ക്കൊപ്പം നമ്മുടെ പോർട്ട്ഫോളിയോയും വളർത്താൻ സാധിക്കും. ബഡ്ജറ്റിലെ വലിയ വാക്കുകളും കണക്കുകളും കേട്ട് പേടിക്കേണ്ടതില്ല. സർക്കാർ ശ്രദ്ധ കൊടുക്കാൻ സാധ്യതയുള്ള 5 പ്രധാന സെക്ടറുകളിലെ മികച്ച 5 ഓഹരികൾ ഏതാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. 2026 ബഡ്ജറ്റിനെ എങ്ങനെ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്കുള്ള ഒരു സുവർണ അവസരമാക്കി മാറ്റാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓരോ ബഡ്ജറ്റും നമ്മളെ ഇത്രയധികം ആശയക്കുഴപ്പത്തിലാക്കുന്നത്? ഉത്തരം വളരെ സിമ്പിൾ ആണ്. ബഡ്ജറ്റ് എന്നത് വെറും വരവ് ചെലവ് കണക്കല്ല, അത് രാജ്യത്തിന്റെ ഒരു വർഷത്തേക്കുള്ള സാമ്പത്തിക ഗെയിം പ്ലാൻ ആണ്. അതിലെ സങ്കീർണമായ ഭാഷ, ആയിരക്കണക്കിന് കോടികളുടെ പദ്ധതികൾ, നിയമങ്ങളിലെ മാറ്റങ്ങൾ, ഇതെല്ലാം സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. സർക്കാർ എവിടെ നിന്നാണ് പണം മുടക്കുന്നത്, ഏത് വ്യവസായത്തിൽ കൂടുതൽ പ്രോത്സാഹനം നൽകുന്നു, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു നിക്ഷേപകന് ശരിയായ തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. മണിക്കൂറുകൾ നീണ്ട റിസർച്ചിനും സാമ്പത്തിക റിപ്പോർട്ടുകൾ പരിശോധിച്ചതിനും ശേഷം വരാനിരിക്കുന്ന ബഡ്ജറ്റിൽ സർക്കാർ എവിടെയായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു. കൺഫ്യൂഷൻ മാറ്റിവെക്കൂ, നിക്ഷേപങ്ങളുടെ വളർച്ച എന്ന സർക്കാർ നയത്തിലൂന്നി 2026 നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള 5 ഓഹരികളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ബഡ്ജറ്റ് ഒരു പ്രശ്നമല്ല, ശരിയായ ഓഹരികൾ കണ്ടെത്താനുള്ള ഒരു സൂചനയാണ്. നമുക്ക് ആദ്യത്തെ സെക്ടറിലേക്ക് കിടക്കാം. ഇൻഫ്രാസ്ട്രക്ചർ കരുത്തിൽ ഒരു ഭീമൻ സ്റ്റോക്ക്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യ താരം ഇൻഫ്രാസ്ട്രക്ചർ, അതായത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നിന്നാണ്. ഒരു രാജ്യത്തിന് വളരണമെങ്കിൽ നല്ല റോഡുകളും പാലങ്ങളും തുറമുഖങ്ങളും റെയിൽവേയും ഒക്കെ അത്യാവശ്യമാണ്. കോവിഡിന് ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തിരികെ ട്രാക്കിലെത്തിച്ചത് തന്നെ ഈ മേഖലയിലെ സർക്കാർ നിക്ഷേപങ്ങളായിരുന്നു. 2026 ബഡ്ജറ്റിലും ഈ ഒരു കുതിപ്പ് തുടരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പ്രമുഖ വ്യവസായ സംഘടനയായ CII ശുപാർശ ചെയ്യുന്നത് സർക്കാർ ഈ മേഖലയിലെ മൂലധന നിക്ഷേപം 12% വർദ്ധിപ്പിക്കണമെന്നാണ്. അതോടൊപ്പം 2026 മുതൽ 2032 വരെ നീളുന്ന 150 ലക്ഷം കോടി രൂപയുടെ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ 2.0 എന്ന മെഗാ പദ്ധതിക്കും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വരും വർഷങ്ങളിൽ നല്ല ഓർഡറുകൾ ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ഓഹരിയാണ് ലാർസൻ ആൻഡ് ടൂബ്രോ, L&T. എന്തുകൊണ്ടാണ് L&T? കാരണം ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ അവസാന വാക്കാണവർ. റോഡ്, റെയിൽവേ, എയർപോർട്ട്, മെട്രോ, പ്രതിരോധം, ഏത് വലിയ സർക്കാർ പദ്ധതി എടുത്താലും അവിടെ L&Tയുടെ ഒരു കയ്യൊപ്പുണ്ടാവും. സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെയും പ്രതിരോധ രംഗത്തെ സ്വദേശീയവൽക്കരണത്തിന്റെയും ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ ഒരാൾ കൂടിയാണ് L&T. സർക്കാർ നിക്ഷേപം കൂടുന്തോറും L&Tയുടെ ഓർഡർ ബുക്കും ലാഭവും കുതിച്ചു വരും. അതുകൊണ്ട് തന്നെ ബജറ്റ് മുന്നിൽ കണ്ടുള്ള ദീർഘകാല നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഓഹരികളിൽ ഒന്നാണ് L&T. എല്ലാവർക്കും വീട് എന്ന സ്വപ്നത്തിൽ നിന്നാണ് നമ്മുടെ രണ്ടാമത്തെ ഫോക്കസ്. ഭവന നിർമ്മാണ മേഖല അഥവാ ഹൗസിംഗ് സെക്ടറാണ്. സ്വന്തമായിട്ടുള്ള ഒരു വീട് എന്നത് ഏതൊരു ഇന്ത്യക്കാരന്റെയും വലിയ സ്വപ്നം തന്നെയാണ്. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന പ്രഖ്യാപനങ്ങൾ പലപ്പോഴും ബഡ്ജറ്റിൽ ഇടം പിടിക്കാറുണ്ട്. താങ്ങാനാവുന്ന വിലകളിലുള്ള വീടുകൾ, ഇടത്തരം വരുമാനക്കാർക്കുള്ള ഭവന പദ്ധതികളും ഒക്കെ 2026 ബഡ്ജറ്റിൽ പ്രത്യേക ഊന്നൽ ലഭിക്കാൻ സാധ്യതകളുണ്ട്. ഇത്തരം പദ്ധതികൾക്ക് സർക്കാർ കൂടുതൽ പണം നീക്കിവെക്കുന്നതും വീട് വാങ്ങാനുള്ളവർക്ക് നികുതി ഇളവുകൾ നൽകുന്നതും ഈ മേഖലയിലേക്ക് വലിയ ഉത്തേജനം നൽകും. ഈ വീട് പണിയുമ്പോൾ സിമന്റ്, സ്റ്റീല്, പെയിന്റ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി വെയർ തുടങ്ങിയ എത്രയോ വ്യവസായങ്ങൾക്കാണ് അതിന്റെ ഒരു ഗുണം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഒരു ചെറിയ ചലനം പോലും സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ഉണർത്തും. ഈ മേഖലയിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഓഹരിയാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ്. ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള ബ്രാൻഡുകളിൽ ഒന്നാണ് ഗോദ്രേജ്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം സാന്നിധ്യമുള്ള ഇവർ സാധാരണക്കാർക്കും പ്രീമിയം ഉപഭോക്താക്കൾക്കും വേണ്ടിയുള്ള പ്രോജക്ടുകൾ ഒരുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. സർക്കാരിന്റെ പിന്തുണ, കുറഞ്ഞു വരുന്ന പലിശ നിരക്കുകൾ, ജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വരുമാനം, ഇവയെല്ലാം ഗോദ്രേജ് പ്രോപ്പർട്ടീസ് പോലെയുള്ള സംഘടിത റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് അനുകൂലമാണ്. കൃത്യസമയത്ത് പ്രോജക്ട് പൂർത്തിയാക്കുന്നതിലുള്ള പേരും സുതാര്യമായിട്ടുള്ള ഇടപാടുകളും അവർക്ക് മുതൽക്കൂട്ടാണ്. ബജറ്റ് പ്രഖ്യാപനങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഡിമാൻഡ് കൂട്ടുകയാണെങ്കിൽ അതിന്റെ നേട്ടം കൊയ്യുന്നവരിൽ മുൻപന്തിയിൽ തന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടീസും ഉണ്ടാവും. അപ്പോ ഇതുവരെയുള്ള അനാലിസിസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഇനി 3 നിർണായകമായിട്ടുള്ള ഓഹരികളെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട്. ഇതുപോലെയുള്ള ഡീപ്പായിട്ടുള്ള സ്റ്റോക്ക് അനാലിസിസിനും ഇൻവെസ്റ്റ്മെന്റ് ഐഡിയകൾക്കും നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വെച്ചേക്കുക. അപ്പൊ ഇനി നമുക്ക് ഉപഭോഗത്തിന്റെ കരുത്തിൽ കുതിക്കുന്ന ഒരു ഓട്ടോ സ്റ്റോക്കിനെ നമുക്ക് പരിചയപ്പെടാം. സർക്കാർ നിക്ഷേപം നടത്തുന്നതിനൊപ്പം സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ എഞ്ചിൻ ഓടുന്നത് ജനങ്ങൾ പണം ചെലവഴിക്കുമ്പോഴാണ്.
ഇതിനെയാണ് നമ്മൾ ഉപഭോഗം അഥവാ കൺസംഷൻ എന്ന് പറയുന്നത്. 2026 ബഡ്ജറ്റിൽ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം എത്തിക്കാനുള്ള ചില പരോക്ഷമായിട്ടുള്ള നീക്കങ്ങൾ കണ്ടേക്കാം. ഉദാഹരണത്തിന് ഇടത്തരം വരുമാനക്കാർക്ക് നികുതി ഇളവ് നൽകുന്നത് പോലെയുള്ള പ്രഖ്യാപനങ്ങൾ ജനങ്ങളുടെ വാങ്ങൽ ശേഷി കൂട്ടിയത്. അതുപോലെ തന്നെ ഏറെക്കാലമായിട്ട് ചർച്ചയിലുള്ള പേ കമ്മീഷൻ പോലെയുള്ള വിഷയങ്ങളിൽ ഭാവിയിലെ അനുകൂല തീരുമാനങ്ങൾ വന്നാലും അത് ഉപഭോഗം വർദ്ധിപ്പിക്കും. കയ്യിൽ കുറച്ചധികം പണം വന്നാൽ നമ്മളിൽ പലരും ആദ്യം ചിന്തിക്കുന്നത് ഒരു പുതിയ വാഹനം വാങ്ങുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഓട്ടോമൊബൈൽ സെക്ടറിന്റെ ഒരു പ്രാധാന്യം വരുന്നത്. ഈ മേഖലയിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മാരുതി സുസുക്കിയെ തന്നെയാണ്. ഇന്ത്യൻ പാസഞ്ചർ കാർ വിപണിയിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് നമ്മൾ കരുതുന്ന മാരുതി സുസുക്കി. രാജ്യത്ത് വിൽക്കുന്ന 2-1 കാർ മാരുതിയാണ്. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആധിപത്യം വ്യക്തമാണ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാം ഒരുപോലെ ശക്തമായിട്ടുള്ള നെറ്റ്വർക്ക്, കുറഞ്ഞ മെയിന്റനൻസ്, റീസെയിൽ വാല്യൂ ഇവയെല്ലാം മാരുതിയെ ജനപ്രിയമാക്കുന്നു. സമ്പദ് വ്യവസ്ഥ വളരുകയും ആളുകളുടെ വരുമാനം കൂടുകയും ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കാർ വാങ്ങുന്ന ഭൂരിഭാഗം പേരും തിരഞ്ഞെടുക്കുന്നത് മാരുതിയെ തന്നെയായിരിക്കും. ബജറ്റിലൂടെയോ അല്ലാതെയോ സമ്പദ് വ്യവസ്ഥയ്ക്ക് ലഭിക്കുന്ന ചെറിയൊരു ഉണർവ് പോലും മാരുതിയുടെ വിൽപ്പനയിൽ വലിയൊരു കുതിപ്പുണ്ടാക്കിയേക്കും. ഇന്ത്യൻ കൺസ്യൂമർ സ്റ്റോറിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു നിക്ഷേപകനും പരിഗണിക്കാവുന്ന ഓഹരിയാണ് മാരുതി സുസുക്കി. അടുത്ത ഓഹരി ഇൻഫ്രാസ്ട്രക്ചർ എന്ന വലിയ ക്യാൻവാസിനുള്ളിലെ പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള റെയിൽവേ മേഖലയിൽ നിന്നാണ്. ഇന്ത്യൻ റെയിൽവേ ഒരു ഗതാഗത സംവിധാനം മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ജീവനാഡിയാണ്. വന്ദേ ഭാരത് പോലെയുള്ള പുതിയ ട്രെയിനുകൾ, സ്റ്റേഷൻ നവീകരണം, പുതിയ ചരക്ക് ഇടനാഴികൾ എന്നിവയ്ക്കായിട്ട് സർക്കാർ ലക്ഷക്കണക്കിന് കോടികളാണ് ഓരോ ബഡ്ജറ്റിൽ നീക്കിവെക്കുന്നത്. റെയിൽവേക്കുള്ള ബജറ്റ് വിഹിതം കൂട്ടുമ്പോൾ ഇത് ആ മേഖലയിലെ കമ്പനികൾക്കുള്ള നേരിട്ടുള്ള നേട്ടം തന്നെയാണ്. ഈ മേഖലയിൽ നിന്നും ഒരു കുതിപ്പിന് തയ്യാറെടുക്കുന്ന ഓഹരിയാണ് RVNL. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റെയിൽവേയുടെ വികസനത്തിനായിട്ട് രൂപീകരിച്ച പൊതുമേഖലാ കമ്പനിയാണ്. പുതിയ റെയിൽ ലൈനുകൾ, ഇരട്ടപ്പാത, വൈദ്യുതീകരണം, മെട്രോ പ്രോജക്ടുകൾ, പാലം നിർമ്മാണം ഇവയെല്ലാമാണ് കമ്പനിയുടെ പ്രധാന ജോലികൾ. സിമ്പിളായിട്ട് പറഞ്ഞാൽ സർക്കാർ റെയിൽവേ നവീകരണത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടോ അത്രയധികം ഓർഡറുകൾ RVNL ലഭിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കമ്പനിക്ക് ശക്തമായിട്ടുള്ള ഓർഡർ ബുക്ക് ഇപ്പോഴുമുണ്ട്. റെയിൽവേയുടെ വളർച്ചയ്ക്കായിട്ട് ബജറ്റിൽ നീക്കിവെക്കുന്ന ഓരോ രൂപയും RVNLന്റെ വളർച്ചയ്ക്ക് ഇന്ധനമാകും. സർക്കാർ ഉടമസ്ഥതയിലുള്ളതും റെയിൽവേയുടെ വളർച്ചയ്ക്ക് നേരിട്ട് പങ്കാളിയാവാൻ അവസരം തരുന്നതുമായിട്ടുള്ള ഈ ഓഹരി ബജറ്റ് കാലത്ത് പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു. ഇനി അടുത്ത ഏറ്റവും അവസാനത്തെ സ്റ്റോക്ക് ഒരു സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ബാങ്കിംഗ് സെക്ടറിൽ നിന്നാണ്. സമ്പദ് വ്യവസ്ഥ വളരണമെങ്കിൽ വ്യവസായങ്ങൾക്ക് പ്രവർത്തിക്കാൻ പണം വേണം. ഇവിടെയാണ് ബാങ്കിംഗ് സെക്ടറിന്റെ ഈ റോൾ വരുന്നത്. സർക്കാർ ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള പദ്ധതികളിൽ പണം മുടക്കുമ്പോൾ ആ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്തുന്ന കമ്പനികൾക്ക് ലോൺ വേണ്ടി വരും. അതായത് ഒരു രാജ്യത്തിന്റെ വളർച്ച എന്ന വലിയ യന്ത്രം കറങ്ങണമെങ്കിൽ ബാങ്കിംഗ് എന്ന എണ്ണ കൂടിയേ തീരും. ബജറ്റിൽ ബാങ്കിംഗ് രംഗത്ത് വലിയ പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ കണ്ടില്ലെന്ന് വരാം. എന്നാൽ വ്യവസായങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും സാമ്പത്തിക പരിഷ്കാരങ്ങൾ തുടരുന്നതും ബാങ്കുകളുടെ വായ്പാ വളർച്ചയ്ക്ക് സഹായകരമായി. ഈ രംഗത്ത് നിരവധി മികച്ച ഓഹരികൾ ഉണ്ടെങ്കിലും മികച്ച വളർച്ചാ സാധ്യതകളുള്ള ഒരു മിഡ് ക്യാപ് ബാങ്കിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത് ഫെഡറൽ ബാങ്കാണ്. കേരളത്തിൽ വേരുകളുള്ള എന്നാൽ ഇന്ത്യ ഒട്ടാകെ ശക്തമായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു സ്വകാര്യ ബാങ്കാണ്. സാധാരണക്കാർക്കും ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കും വൻകിട കമ്പനികൾക്കും ഒരേപോലെ വായ്പ നൽകുന്ന ഫെഡറൽ ബാങ്ക് സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ നിക്ഷേപകരുടെ വിശ്വാസം നേടിയത്. ടെക്നോളജി ഉപയോഗിച്ച് പുതിയ സേവനങ്ങൾ നൽകുന്നതിലും ഇവർ മുന്നിൽ തന്നെയുണ്ട്. രാജ്യത്ത് സാമ്പത്തിക ഉണർവുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് MSME ലോണുകൾക്കുള്ള ഡിമാൻഡ് കൂടും. ഈ വിഭാഗത്തിൽ ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള ഫെഡറൽ ബാങ്കിനാണ് ഇത് വലിയൊരു അവസരമാകുക. വലിയ ബാങ്കുകളെ അപേക്ഷിച്ച് മികച്ച വളർച്ചാ സാധ്യതയും ന്യായമായിട്ടുള്ള വിലയും ഫെഡറൽ ബാങ്കിനെ ആകർഷണീയമായിട്ടുള്ള ഒരു നിക്ഷേപ ഓപ്ഷൻ ആക്കി മാറ്റുന്നു. അപ്പോൾ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. 2026 യൂണിയൻ ബഡ്ജറ്റ് മുന്നിൽ കണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 ഓഹരികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായിട്ട് പഠിച്ചത്. ഇൻഫ്രാ രംഗത്തെ അധികാരനായിട്ടുള്ള ലാർസൻ ആൻഡ് ടൂബ്രോ, ഭവന നിർമ്മാണ രംഗത്തെ വിശ്വസ്ത മുഖമായിട്ടുള്ള ഗോദ്റേജ് പ്രോപ്പർട്ടീസ്, ഇന്ത്യൻ ഉപഭോക്തൃ വിപണിയുടെ കരുത്തായിട്ടുള്ള മാരുതി സുസുക്കി, റെയിൽവേ വികസനത്തിൽ പങ്കാളികളാക്കാൻ RVNL, ഇന്ത്യൻ വളർച്ചയ്ക്ക് സാമ്പത്തിക അടിത്തറ നൽകുന്ന ഫെഡറൽ ബാങ്ക്. ബജറ്റ് ഒരു ദിവസത്തെ മൂവാണെങ്കിലും അതിന്റെ പ്രഖ്യാപനങ്ങൾ വരും വർഷങ്ങളിലേക്കുള്ള രാജ്യത്തിന്റെ ദിശാസൂചികയാണ്. ഈ ദിശ മനസ്സിലാക്കി ശരിയായ മേഖലകളിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്കും ആ വളർച്ചയുടെ ഭാഗമാകാൻ കഴിയും. അടുത്തതായിട്ട് ഏത് വിഷയത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലയേറിയതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.